നമസ്കാരം. അർജന്റായിട്ടൊരു വീഡിയോ ആണ്. രാവിലെ ശ്രീനഗറിലാണ് നമ്മൾ ഡാൽ ലേക്കിൽ ഷിക്കാരയിൽ ഇത് ചെയ്യാൻ പോവാണ്, സഫാരി നടത്താൻ പോവാണ്. അപ്പോൾ രാവിലെ അയാൾ വന്ന് വിളിച്ചു 8 മണിക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരത്തെ വന്ന അയാൾ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനഗറിലെ ഷിക്കാരയിലെ ഇവിടെയുള്ള ഡാൽ ലേക്ക് കൂടെയുള്ള വീഡിയോസാണ് ഇത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്നുള്ള എനേബിൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഷിക്കാരയിലൂടെയുള്ള കാഴ്ചകളാണ്, ഡാൽ ലേക്കിലെ കാഴ്ചകൾ. അത് നമ്മൾ കിടന്ന റൂമില്ല, ഇതാണ് ഇന്നലെ നമ്മൾ കിടന്ന റൂം. 1000 രൂപയാണ് റൂമിൻ്റെ വാടക. കുഴപ്പമില്ലായിരുന്നു, ബാത്റൂമൊക്കെ അടിപൊളിയായിരുന്നു, ചൂടുവെള്ളം കിട്ടി, അടിപൊളിയായിട്ട് കുളിച്ചു. രാവിലെ 2-3 ദിവസമായിട്ട് ഇന്നാണ് ഇപ്പോൾ കുളിക്കണത്. ലേയിൽ നമ്മൾ എന്നിട്ട് ചൂടുവെള്ളമായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുളിയൊക്കെ ആകെ സൂപ്പർ. നല്ല മഞ്ഞുണ്ട് പുറത്ത്, നമുക്ക് പോയേക്കാം. വമ്പൻ ഷട്ടപ്പാണ് ഇവിടെ, വമ്പൻ ഷട്ടപ്പ്. ഇതാണ് നമ്മളെ ഷിക്കാരയിൽ കൊണ്ടുവന്ന ആള്. ट्रिप को ले जाएगा, अगर एक्स्ट्रा घूमना होगा नहीं एक्स्ट्रा वेटर को थोड़ा टिप दो ना 10-20-50. മജൂദിന് ആദ്യം തന്നെ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഞാൻ കയറാൻ പോവാണ്. അനക്കല്ലേ ഷിക്കാര വെള്ളം. ഓക്കെ അമ്മേ, എങ്ങനെയാണ് അതിനകത്ത് ഇരിക്കണ്ടേ? കടക്കമാണ് ഇത്. ആ, ഇവിടെ നമ്മൾ ഷിക്കാര ഡ്രൈവർ. വരാനായിട്ട് ഒരുപാട് ലേറ്റായി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഷിക്കാരക്കൊക്കെ ഒരുപാട് പൈസ റേറ്റ് കുറവുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും നോക്കാൻ നല്ല സമയം കിട്ടില്ല. നമ്മളിവിടെ ഇപ്പോൾ 9 മണി കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ റൂം ഒരുപാട് അന്വേഷിച്ച് നടക്കാൻ, രാത്രിയല്ല, ഇതിൽ കൂടെ നമുക്ക് ഒരുപാടൊന്നും കറങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടിയത് എടുത്തു എന്ന് പറയാം. അപ്പോൾ ഒരു നമ്മൾ നല്ലോണം ചെത്തും അറിയാത്തവരാണെങ്കിൽ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ശ്രീനഗറിൽ വരികയാണെങ്കിൽ എങ്ങനെ പോയാലും നമ്മളൊരു 4 മണി 5 മണിയാകുമ്പോഴെങ്കിലും നമ്മളോട് വരണം. വന്നിട്ട് നമ്മൾ ഈ റൂമും ഷിക്കാരയും എല്ലാം നമ്മൾ ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ പൈസയ്ക്ക് ചിലവ് വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആകെ 2000 രൂപയാണ് നമുക്ക് 2 പേർ കൂടെ ചിലവ് വന്നത്. റൂമിന് 1000 രൂപയും ഇതിന് 1000 രൂപയും. അപ്പോൾ ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ടായിട്ടുള്ളൂ. 1000 രൂപ വന്നിട്ട് ശ്രീനഗറിൽ വന്നിട്ട് നമ്മൾ റൂം എടുത്ത് നമ്മൾ ഷിക്കാരിലേക്ക് ഇറങ്ങാന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ചാർജാണ്. ആ പൈസക്ക് തീരുകയാണെങ്കിൽ മനസ്സിലായി. അതിലേറെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഭാഗ്യമല്ല, ഇന്ന് ഫുള്ള് മഞ്ഞാണ്. സൺറൈസ് ഇല്ല, അതുണ്ടോ, ഫുള്ള് മഞ്ഞാണ്. ഇവിടെ നോക്കിയാലും മഞ്ഞ്. നമ്മളെ പറഞ്ഞിട്ട് ആളുണ്ട് അവിടെ. ഇതൊക്കെ ബോട്ട് ഹൗസുകളാണ് കേട്ടോ, ഇതൊക്കെ ബോട്ട് ഹൗസുകളാണ്. ഇന്നലെ നമ്മളെ ഈ ബോട്ട് ഹൗസിലാണ് പുള്ളി ആദ്യം കൊണ്ടുപോയത്. അതിന് 2000 റുപ്യാണ് പുള്ളി ഒരു ദിവസം. ഇന്നലെ നമ്മൾ രാത്രി ഒരു ദിവസം കിടക്കുന്നുറങ്ങാൻ വേണ്ടി നമ്മളിവിടുന്ന് 2000 രൂപയ്ക്ക് തരാറുണ്ട്. പിന്നെ 1500 രൂപയ്ക്കും തരാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു. വലിയ റൂമും വലിയൊരു ഹാളും കിച്ചണും ഭയങ്കര സെറ്റപ്പായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 1500 രൂപയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നത്. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളൊരു 4-5 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ ഒരു അഭ്യതണ്ടോ. ഇങ്ങനെയാണ് ഇതിലേക്ക് കയറാവുന്നത്. പക്ഷേ ഈ ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിലുള്ള മാരുള്ള ബോട്ടുകളല്ല കേട്ടോ. ഇത് വള്ളത്തിലിങ്ങനെ നിർത്തിയിട്ടേക്കാണ്, ഇത് അനങ്ങൂല. ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിച്ചേക്കണേ. കണ്ടോ സ്റ്റെപ്പുകൾ, ഇനി ഞാൻ മാത്രമേ സുഖിക്കുന്നുള്ളൂ. പൈസ ഇല്ലാത്തൊരു കിനാവ് കാണാൻ പാടില്ല എന്നാണല്ലോ അല്ലേ? ഇപ്പൊ നമ്മളതിൽ പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ലാത്തവരും കാണുന്നൊരു കിനാവ്. എല്ലാവരും ഈ സമയത്ത് ഇറങ്ങാത്തത് ഈ ഇതുണ്ടാവേണ്ട കോട. ഈ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ സമയത്തിന്റെ ആയിരിക്കും പ്രശ്നം. അതായത് മഞ്ഞില്ലാത്ത സമയമാണെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങണടാ. അത് കാരണം ഇപ്പൊ സൂര്യ ഒരുപാട്. എൻ്റെ അമ്മ, ഒരു ടവർ കണ്ട നീ അവിടെ? മേലെയാണല്ലോ എന്തത്. അപ്പൊ നോക്കാം, ആ കുന്നൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും തെളിച്ചായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മളും കാശ്മീരിൽ ഷിക്കാര യാത്ര നടത്തി. സഫാരി ചാനലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അത് രാവിലെ ഒരു 6-7 മണിക്കൊക്കെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പരിപാടി. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് ഈ ഡാൽ തടാകത്തിൽ വെച്ചിട്ടാണ് ഇവർ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് രാവിലെ. അതിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വെച്ചിട്ടാണ് എല്ലാ ഷിക്കാരയിലും നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരൊക്കെ അവിടെ വെച്ചിട്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് രാവിലെ ആയിരുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല 7 മണിക്കൊന്നും കിട്ടൂല,
8 മണിയാവുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ 8 മണിയാകുമ്പോൾ പറഞ്ഞില്ല. ഇന്നിപ്പോൾ എന്തായാലും 8 മണിയാകുമ്പോൾ വന്നെന്ന് ഒരു കണക്കിന് നന്നായി. കാരണം ഫുള്ള് മൂടലാണ്, ഫുള്ള് മഞ്ഞ്. ഭയങ്കര വച്ചില്ലാട്ടോ. 2 ഡ്രൈവർമാരൊക്കെ. ഡ്രൈവർ ഇങ്ങോട്ട് നോക്കിക്കാം, ഡ്രൈവർ ഇങ്ങോട്ട് നോക്കിക്കാം. ഞാനൊന്ന് ശിക്കാരെ പഠിക്കട്ടെ. കുറച്ച് പ്രയാസമേതും സങ്കീർണവുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. സങ്കീർണം ഉണ്ടാവും. ഇതിലൊന്നും ഇത്ര വലിയ സംഭവമില്ലടാ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് കണ്ട് പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ. ന്യൂട്രലാ വണ്ടി, ന്യൂട്രലാ പുള്ളി തോഴണില്ലല്ലോ അപ്പൊ നോക്ക്. പുള്ളി തോഴണ്ടോക്ക് ഇല്ലേ? ഇനി ഫുള്ള് പണിയാണ് കേക്കാരം. ATM വരുന്നുണ്ടല്ലോ ഇവിടെ. അതെ, ഈ വെള്ളം എന്ന് പറഞ്ഞാല് പക്ക കച്ചറ വെള്ളമാണ്, അറിയോ? ഇതൊരു ശ്രമകരമായ പണിയാണ്. അടിയത്തെ ചളിയാണ്. പായലൂരാണ്. പായലൂരില് ആട്ട വണ്ടി ആട്ടാൻ പാടില്ല. കട്ടറിൽ ചാടിക്കാതെ കൊണ്ടുപോകണ്ടേ വണ്ടി, കട്ടറിൽ ചാടിക്കാതെ വിടും. ഒക്കെ ചെടികളെ വെച്ചിട്ടുണ്ട്. മലയാളം മലയാളം മലബാറേ ന്യൂ ഓസ്ട്രേലിയ. ആസ്ട്രേലിയക്കാരനാണത്. ഈ തൊയ വിചാരിച്ച് കൊല്ലാൻ കൊണ്ടുപോകണോ? ഇമാരി തൊച്ചിലാണല്ലോ. കൊണ്ടുവരുന്നായിരിക്കും ഈ ഏരിയയിൽ മാത്രം അങ്ങനെ കുറച്ച്. ഓരോ റിസോർട്ടുകാരല്ലേ? അതിന്റെ മണ്ടേ കൂടെ ഇത് നടക്കണുണ്ടോ? കമ്പിട്ട കെട്ടിക്കണല്ലേ അതൊക്കെ? കമ്പിട്ട കെട്ടിക്കണേ. അപ്പൊ നമ്മള് ഗുൾഫോം ലേക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ where people make drama shooting, film shooting, they make all here. അച്ഛാ, Now you want to see the market, huh? Meena Bazaar. कैसा लगान चाहता गाड़ा पड़ा? सेठा हम खुद हाँ वो तो वैसे हूँ बचे गाड़ हो जाए सेठा और 3 रुपये किलो पालन से पालन. ഇതാണല്ലോ വലിയ ഹൗസ് ബോട്ട് കൊടുത്ത ഈ കാണുന്നത്. അതേന കുറേ ബോട്ടുകൾ ഒരുമിച്ച് തുഴഞ്ഞുകൊണ്ടിരുന്നുണ്ടോ? Moving land? Yeah, this land you can take anywhere you like. തക്കാളിയും കുക്കുമ്പറൊക്കെ ഉണ്ടാവും അല്ലേ? Floating land. Floating land. അതാണ് മീനാ ബസാർ സ്റ്റാർട്ടിങ് കേട്ടോ. മീനാ ബസാർ പറഞ്ഞ മാർക്കറ്റാണിത്. ഇവിടെ സാധനങ്ങൾ വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യണ ഒരു മാർക്കറ്റാണിത്. ഈ തോണിയിൽ വെച്ച് തന്നെ, തോണിയില്ല ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഈ ഭാഗം. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ്. ഇതൊക്കെ എന്താ ബാഗും ഡ്രസ്സൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ്. ഓരോന്നിനും ഓരോ മാർക്കറ്റ് ഉണ്ട്. അതൊക്കെ അവിടെ ചായ, കോഫി, ചായ അതൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം വരണം അല്ലേ? വീടൊക്കെ അവിടെ അതൊക്കെ ഡ്രസ്സുകൾ വിൽക്കുന്ന സ്ഥലം കേട്ടോ. ഇരിക്കാൻ പോകണോ? We go no backside. അച്ഛാ,
നമുക്ക് ആ 10 രൂപ മുതൽ 2 ലക്ഷം റുപ്യ വരെയല്ലേ സാധനങ്ങളുണ്ട് അവിടെ നിന്നാണ് കൊത്തുപണികളേതേ. काम है ऐसे कुछ गिफ्ट आइटम्स। हम लोग इधर का आदमी है, हम लोग टूरिस्ट नहीं है। अच्छा लोकल आदमी है। नहीं हाँ हम लोग इधर का आदमी। കുറേ മാല കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോ ടീം ഇതേപോലെ കച്ചവടം ചെയ്യാൻ വേണ്ടി വരും. ഇത് പൊങ്ങി കിടക്കാൻ വേണ്ടി അടിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലേ, ബലൂൺ നിറച്ച പോലെ ഒരു സാധനം വെച്ചു. കുങ്കുമപ്പൂ കൊടുക്കാണ്ട് പറഞ്ഞിട്ടൊരു ടീമാണ്. തെളിച്ചില്ലാത്തോണ്ടേ രാവിലെ നല്ല മൂടൽ മഞ്ഞല്ലേ, അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ആരും ഇറങ്ങില്ല. പക്ഷെ ഇത് വേറൊരു വൈബാണ്. അതേ സമയം ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാലാണ് ഇവിടെ ഇറങ്ങേണ്ടത്. ഉച്ച കഴിയുമ്പോൾ പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിരിക്കും. പിന്നെ മാർക്കറ്റ് ഒക്കെ സജീവമായിരിക്കും. അല്ല മാർക്കറ്റ് രാവിലെയാണ്, രാവിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് രാവിലെയാണ്. അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ അടുത്ത് കൂടെ ഈ ആൾക്കാർ വന്നില്ലേ, ആ വരുന്നപ്പോ കുറച്ചുകൂടെ കൂടും ഉച്ച കഴിയുമ്പോ. അത് വേണം ഇത് വേണം ഇങ്ങനെ വരില്ലേ തോണിയില്. ഇത് ഗോൾഡൻ ലേക്ക് ആണല്ലോ, അവിടെ യൂറോപ്യൻസ് ഒക്കെ നിൽക്കുന്നത്. ആ കാണുന്ന ബോട്ടുകളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടുകളാന്ന് പറയുന്നത്. അവിടെയൊക്കെ ഫുള്ള് യൂറോപ്യൻസ് മാത്രമേ വരുള്ളൂ. അവിടെ ഫുള്ള് ഭയങ്കര റേറ്റ് കൂടുതലുള്ള ഹോസ്പിറ്റലുകളാണ്. പിന്നെ അതുമല്ല ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തടാകത്തിന് ഗോൾഡൻ ലേക്ക് എന്നാണ് പറയുന്നത്. അതിന് ഗോൾഡൻ കളർ ആവുമെന്ന് പറയണത്. ഈവനിങ്ങിലായിരിക്കും എനിക്ക് തോന്നുന്നു, സൂര്യാസ്തമയ സമയത്ത്. അതുകൊണ്ടായിരിക്കും അവരൊക്കെ ആ വിഷ്വൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊക്കെ ഇവിടെ തന്നെ റൂം എടുത്തേക്കണേ. കരിമണിമാല 150 rupees with कमल, with earrings sir. See, इसके साथ कान के बूंदे साथ है. इसमें बहुत सारे कलर है मेरे पास, different कलर, रेड, ग्रीन. ये देखो सर, जो 150 का उसमें ग्रीन और ये स्टोन है सर, ये स्टोन का बना हुआ है. ये देखो മേടിച്ചോക്കുന്നുണ്ടോ കാശ്മീരിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഇതുണ്ടോ, സംഭവം അടിപൊളി സംഭവങ്ങളാണ്. ഇതൊക്കെ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇടുമോ തന്നെ സംശയമാണ്. കാരണം അവർക്ക് സ്വർണ്ണമല്ലായിട്ടുള്ളൂ, സ്വർണം മാത്രം ഇടുന്ന ആൾക്കാരാണ്. പിന്നെ സ്വർണ്ണം ഇടാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് വല്ലതും കൊടുക്കാം, അങ്ങനെ വേണമെങ്കിലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാശ്മീരിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മൾ ഡാൽ തടാകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇതിൽ ഞാൻ പറയില്ല, തോണിയിലെ ആൾക്കാർ ഇങ്ങനെ സാധനം കൊണ്ടുവരും. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് ഈ സാധനം. ഇതിന് 100 രൂപ ഇതിന് ഒരെണ്ണത്തിന്. അതിൻ്റെ ഒപ്പം കൂടെ കമ്മൽ, വേണ്ട കമ്മൽ, അങ്ങനെ രണ്ടെണ്ണം മേടിച്ച് ഞാൻ. ഇത് വേറെ ഇത് ഡിഫറെൻറ്റ് കളർ, ഇത് കാണിച്ചു തരാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം, പക്ഷെ ഇത് വലിപ്പം കുറവാണ്, അതും കുഴപ്പമില്ല. ഇത് ശരിക്കും ഇങ്ങനെ മണ്ണിട്ട് ഇതാക്കി തന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഓരോരോ ദ്വീപ് മാറി ചെറുതായിട്ട് ഇതുണ്ടാവുമായിരിക്കും. ഈ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന ടീമല്ലേ, പഴയത് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുപോകും. അപ്പോൾ ഡാൽ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഡാൽ ലേക്കിലെ സംഭവങ്ങൾ. ചെറിയൊരു ട്രിപ്പാണ് നമ്മൾ നടത്തിയത്. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 2-3-4 മണിക്കൂറൊക്കെ ഇതിലൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എന്തെങ്കിലും വരാനായിട്ട് നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അന്ന് നമ്മൾക്ക് അതിലൊക്കെ ഫുള്ളായിട്ട് കറങ്ങണം. പിന്നെ ഇവിടെയൊക്കെ 2 ദിവസമൊക്കെ താമസിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. ഇനിയിപ്പോൾ എന്താണ്, രാവിലെ 9 മണിയായി. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ചായ കൂടെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ജമ്മുവിലേക്ക് വിടുകയാണ്. സമയമല്ലേ വൈകുന്നേരം, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങാമായിരുന്നു. ഈവനിങ് ടൈമിലൊക്കെ നല്ല വിഷ്വലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്നുള്ള എനേബിൾ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ദാലേക്ക് കേട്ടോ, ദാലേക്കാണ്. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വന്നപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ എടുത്തൊരു വീഡിയോസാണ്. കാരണം നമ്മളെ ശിക്കാരയിൽ കൊണ്ടുപോയ ആൾ കേട്ടോ.
എന്താ പറഞ്ഞറിയോ, അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നെ വിളിക്കാൻ ഒരിക്കലും Where's your car? അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ പുള്ളിക്കാരനെ വിളിക്കാറ്. അപ്പൊ എന്താ വെച്ചാൽ ഇടയിൽ ആള് വേണ്ട, ചീപ്പ് റേറ്റിന് ഇതാണ്. അപ്പൊ പുള്ളി ഇന്നിപ്പോ നമ്മൾ 1000 രൂപ എടുത്തത് 600 രൂപയ്ക്ക് 500 രൂപയ്ക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, നമ്മളെ ഫുള്ള് കൊണ്ടുപോകും. നമുക്കതാ പറ്റിയ ഏജന്റ് മുഖേനയാണ് നമുക്ക് ഇതായത്.